ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ കൂടെ ഇറങ്ങിയ ഒരു ജാപ്പനീസ് മൂവിയാണ് ഡീമോൺ സിറ്റി എന്നുള്ളത്. സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ വയലൻസ് ഒക്കെ ഉള്ള ഒരു പഴയ കഥ തന്നെയാണ്, ഒരു പ്രതികാര കഥയാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇതിൽ വയലൻസ് കൂടുതലാണ്. വയലൻസ് എന്ന് പറയുമ്പോൾ ആക്ഷൻ രംഗങ്ങളിൽ വരുന്ന വെട്ടുകുത്ത് കാര്യങ്ങളെല്ലാം കൂടുതലാണ്. ഈ ഒരു സിനിമ കേരളത്തിൽ ഇറങ്ങാഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ അങ്ങോട്ട് ബാക്കിയുള്ളതെല്ലാം മാർക്കോയെ മാറ്റി നിർത്തിയിട്ട് ഈ ഒരു സിനിമയുടെ പേര് പറഞ്ഞേനെ. അങ്ങനെ ഒരു അവസ്ഥയാണല്ലോ ഇപ്പം. എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ സിനിമയുടെ മണ്ടയിലോട്ട് അങ്ങ് താഴേക്ക് കളയാം. മാർക്കോ കണ്ടിട്ട് വെട്ടും കുത്തും ഒക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടിട്ട് നന്നായ ആരുടെയെങ്കിലും ഒരു കഥ കൂടി ആരെങ്കിലും പറയണം. അത് ഒരിക്കലും ഇല്ലാത്രത്തോളം കാലം സിനിമ മനസ്സിലൊക്കെ ബാധിക്കും. ഒരു കുറച്ചു നേരത്തേക്ക്. അതിൽ കൂടുതലൊന്നും ഒരു സിനിമയും ഒരാളുടെയും ഇതിലോട്ട് അങ്ങോട്ട് കയറിയൊന്നും പോകാറില്ല. സിനിമയുടെ പേരിലല്ല ഇവിടെ വെട്ടും കുത്തും നടക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. എന്തെങ്കിലും പറയണമല്ലോ എന്ന് പറഞ്ഞങ്ങ് പറയുന്നതാണ്. അതുകൊണ്ട് അത് സിനിമയെ പറ്റിയല്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞതാണ്. പണ്ടത്തെയൊക്കെ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേപ്പ് സീന് അങ്ങനത്തെ സിനിമകൾ ഇറങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ട്. ആ കാലത്ത് എത്ര പേര് റേപ്പ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ് ഒരു ചിന്തിക്കാനുള്ള ബോധമില്ലാത്തവർ ചുമ്മാ അങ്ങ് പറയാം മാർക്കോയാണ് സിനിമയുടെ ഇപ്പോഴത്തെ വെട്ടിനും കുത്തിനും എല്ലാം കാരണം. ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഇനി ഇങ്ങനെ ഒരു സിനിമ മലയാളത്തിൽ നിന്ന് വരുമോ? ആരെങ്കിലും ഇതുപോലൊരു അറ്റംപ്റ്റിന് മുതിരുവോ? ഇല്ല. അപ്പം അത് ഒരു സിനിമാ പ്രേമി എന്നുള്ള രീതിയിൽ എനിക്ക് പറയണമെന്ന് തോന്നി. എല്ലാവരും ഇങ്ങനെ കൊണ്ട് സിനിമയുടെ മണ്ടയെ കൊണ്ട് താങ്ങുമ്പോഴേ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല. അതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സിനിമയിലോട്ട് വരുമ്പം അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഡീസൻ്റ് ആയിട്ടുള്ളൊരു സിനിമ. അതിൽ കൂടുതൽ വലിയ ടെസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ത്രൂ ഔട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം ആക്ഷന് വയലൻസ് വരുന്ന ഒരു സിനിമ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വൺ ടൈം വാച്ച് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണ്. സാധാരണ ഒരു പ്രതികാര കഥ തന്നെയാണ്. കൂടുതലായിട്ട് അതിൽ പുതുമയൊന്നും കൊണ്ടുവന്നിട്ടുമില്ല. ആക്ഷൻ രംഗങ്ങളൊക്കെ സൂപ്പറായിരുന്നു. അതിൽ 18 വയസ്സിന് മേപ്പോട്ടുള്ളവർ കാണുക, പിന്നെ സിനിമ കണ്ടിട്ട് കൊല്ലാൻ പോകുന്നവർ കാണാതിരിക്കുക. അത്രേ ഉള്ളൂ ഈ ഒരു സിനിമയെ പറ്റി പറയുവാണെങ്കിൽ പറയാനുള്ളത്. അപ്പം അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഗൈസ്. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.